എപ്പിസോഡാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കേ, കട്ട് ചെയ്യാം. ശിവനും ശക്തിയും സേന്ത മഹാസിട ഞാൻ ഗന്ധർവൻ. Come on, turn the radio on. It's Friday night and I won't be long. Gotta do my hair, put my makeup on. It's Friday night and I won't be long till I hit the dance floor, hit the dance floor. I got all I need. No, I ain't got cash, but I got you, baby. Yes, we're gonna have a lot of fun tonight because this is Eastern Katrumbu Kurthakeda Unlimited co-powered by Sumix Kids Wear and Odysseia Classmates Shoes and Backpacks. ഇന്നത്തെ എപ്പിസോഡിന് ഭയങ്കര സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, കുറേ സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിടു ശ്വേത ചേച്ചിക്ക് ഒരു അടിപൊളി സിനിമയൊക്കെ കിട്ടി. ഷീ ഈസ് വെരി ബിസി. ഷോ ഈ എപ്പിസോഡിൽ ശ്വേത ചേച്ചി ഉണ്ടാവില്ല. ശ്വേത ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ, ഹോളിവുഡിൽ നിന്നാണ് ഇത് കാണുന്നെങ്കിൽ എനിക്കും ഒരു ചാൻസ് ഒക്കെ വരുമ്പോൾ എന്നെ ഒന്ന് അറിയിക്കും. ഓക്കെ, എന്തായാലും ശ്വേത ചേച്ചി, വി മിസ് യു. ബട്ട് ഇന്നത്തെ വേറൊരു സ്പെഷ്യാലിറ്റി, 50 എപ്പിസോഡാണ് നമ്മുടെ കട്ട്റുമ്പുകൾ പിന്നിട്ടിരിക്കുന്നത്. 50 എപ്പിസോഡാണ് നമ്മൾ പിന്നിട്ടിരിക്കുന്നത്. E25-നും E25-നെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 2 അടിപൊളി ഗസ്റ്റുകളാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത്. സോ നമ്മുടെ ആദ്യത്തെ ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ, ബെൻ എന്ന സിനിമയ്ക്ക് കേരള സ്റ്റേറ്റ് അവാർഡ് ഫോർ ദ ബെസ്റ്റ് ക്യാരക്ടർ ആർട്ടിസ്റ്റിന്റെ അവാർഡ് കഴിഞ്ഞ വർഷം കിട്ടിയ ഒരാളാണ്. പ്ലസ് ഷീ ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹിറ്റ് സിനിമകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പുലിമുരുകൻ, കമ്മട്ടിപ്പാടം, പിന്നെ രക്ഷാധികാരി, പിന്നെ ഒപ്പം, ഇങ്ങനെ എല്ലാ സിനിമകളിലും ഷീ ഈസ് ബീൻ പാർട്ട് ഓഫ് all the good movies. So let's invite Anjali Nair onto the stage. Anjali, Anjali, Pushpanjali. Anjali, Anjali, Pushpanjali. ഹലോ. ഷോ, എന്തൊരു ശാലീന സുന്ദരിയാണെന്ന് നോക്കൂ. കട്ട്റുമ്പിന്റെ ഈ സ്റ്റേജ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ടെററാണ് ആക്ച്വലി. ഇവിടെ എന്ത് സംഭവിക്കാം. പക്ഷെ അഞ്ജലീനെ കണ്ടപ്പോൾ എന്തോ ഒരു ശാന്തത മനസ്സിൽ. ഞങ്ങൾക്ക് മാത്രമല്ല, ഇവിടുത്തെ ക്യാമറ എല്ലാവർക്കും അതേ ഫീലിംഗ് ആണ് അല്ലേ? അതിപ്പോ ഇവിടെ വരുമ്പോൾ എന്താ സംഭവിക്കാന്ന് ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് വീട്ടിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോള് ഒരുപാട് കൊടുങ്കാറ്റുകൾ എൻ്റെ വീട്ടിൽ വീശുന്നുണ്ട്. അപ്പൊ ഇവിടെ വരുമ്പം ഇവരുടെ കയ്യിൽ നിന്നുള്ള പവർ എത്രമാത്രമായിരിക്കും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് ആ കാറ്റോട് കൂടി ഇങ്ങോട്ട് ഊഹിക്കാൻ പറ്റില്ല, ഇത് അനുഭവിച്ച് തന്നെ അറിയണം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. യു ഹാവ് ടു ബി ദിസ് സൈഡ്. ഇവിടെ എങ്ങോട്ടും പോരുത്, നമുക്ക് ഒരു ഗസ്റ്റും കൂടി ഉണ്ട്. സോ ഇനി നമ്മളുടെ അടുത്ത ഗസ്റ്റിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന സമയമാണ്. ഐ തിങ്ക് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആക്ട് ചെയ്തിട്ടുണ്ട്. ആൻ മരിയ കലിപ്പിലാണെന്നുള്ള സിനിമയിൽ. ആൻമരിയ മാത്രമല്ല, കളം എന്ന് പറയുന്ന ചിത്രം, ഹദിയ എന്ന് പറയുന്ന ചിത്രം. ഓഹോ, അപ്പൊ നമുക്ക് രണ്ടുപേർക്ക് ഇൻവൈറ്റ് ചെയ്താലോ? 1 2 3 ലെറ്റ്സ് വെൽക്കം ലിയോണ. കുറുമ്പത്തി ചുന്ദരി നീ ചൂളമിടാൻ പോരെ, പകലിലെ പൊൻവെയിലെ താളമിടാൻ കൂടെ. നിങ്ങൾ ഇങ്ങനെ കെട്ടിപ്പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എല്ലാ സിനിമയിലും ഒരുമിച്ചല്ലേ? എത്ര സിനിമ നിങ്ങൾ ഒരുമിച്ച് ഇപ്പൊ ചെയ്തിരിക്കുന്നത്? നമ്മള് 3 സിനിമ അല്ലെ? 3 സിനിമയോ? കട്ട്റുമ്പിന്റെ വേദിയിൽ വന്ന എല്ലാരും കുഞ്ഞുങ്ങളെ പോലെ ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. ഇപ്പൊ എന്നെ കണ്ടില്ലേ കുഞ്ഞാവാനൊക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഞങ്ങൾ ശ്വേത ചേച്ചിനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ബട്ട് നിങ്ങൾ രണ്ടുപേരും വന്ന സ്ഥിതിക്ക് ഐ എം എക്സ്പെക്ടിങ് ഭയങ്കര ഒരു പവർ പാക്ട്. പാവം പോലെ ഇരിക്കണ്ട, അടിച്ചു പൊളിക്കാനായിട്ട് തന്നെ അവിടെ പോയിരുന്നോളൂ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അങ്ങനെ കട്ട്റുമ്പിൽ 2 അടിപൊളി ഗസ്റ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സന്തോഷമായി ഗോപിയേട്ടാ. അപ്പൊ ഇന്ന് നമുക്ക് എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയില്ല, പക്ഷെ കട്ട്റുമ്പുകൾ അടിപൊളി പെർഫോമൻസുകളായിട്ട് റെഡിയാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ എപ്പിസോഡ്. Eastern Katrumbu Kurthakeda Unlimited co-powered by Sumix Kids Wear, Odysseia Classmates Shoes and Backpacks. ഇനി അടുത്തതായിട്ട് ഒരു സ്കിറ്റ് ആണ് വരാൻ പോകുന്നത്. ആക്ച്വലി സ്കിറ്റ് അല്ല, ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞത്. ഒരു ഡബ് സ്മാഷ് ആണ് വരാൻ. അപ്പൊ ഈ ഡബ് സ്മാഷിന്റെ കാര്യത്തിൽ ചോദിക്കുന്നതിന് മുൻപായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഏത് ജില്ലയിൽ നിന്നാണ് വരുന്നത്? അഞ്ജലി ഏത് ജില്ലയിൽ നിന്നാണ്? എറണാകുളത്ത്. ജില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? ലാലേട്ടന്റെ പടം. ലാലേട്ടന്റെ മാത്രമാണോ? വിജയ്. വിജയ് ആൻഡ് ലാലേട്ടൻ.
ജില്ല എന്ന സിനിമയിൽ ഒരു അടിപൊളി ഡബ് സ്മാഷ് ആണ് വരാൻ വന്നത്. വിജയായിട്ടൊരു കട്ടുറുമ്പ് വരുന്നുണ്ട്. ലാലേട്ടനായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് കട്ടുറുമ്പ് ആയിരിക്കാം വരാൻ പോകുന്നത്. ബട്ട് ഐ ഡോണ്ട് നോ, ഡാൻസും പാട്ടും എല്ലാവരും ഒന്ന് വാഹാ എന്നൊക്കെ പറയൂ. பாட்டு ஒண்ணு கட்டு கட்டு தோதா, நீ காலு கைய தட்டு தட்டு ஜோரா. பாட்டு ஒண்ணு கட்டு கட்டு தோதா, நீ காலு கைய தட்டு தட்டு ஜோரா. போல ஓடு எங்கும் ஓடு, தார தப்பு தேவையில்ல, போடு ஆட்டம் போடு. சிவனும் சக்தியும் சேர்ந்தா மாசுடா, எதிர்த்து நின்னா எவனும் தூசுடா. திங்குடு தாங்க திங்குடு தாங்க திங்குடு தாங்க டா. திங்குடு தாங்க திங்குடு தாங்க திங்குடு தாங்க டா. பாட்டு ஒண்ணு கட்டு கட்டு தோதா, நீ காலு கைய தட்டு தட்டு ஜோரா. தீர தீர சூரர்க்கெல்லாம் ஏற்று போகும் உன்னை கண்டால் உன்னை போலில்லை ஒருவன் மண்ணிலே. நாடு வீடு காடு எல்லாம் நான் கடந்து போனால் கூட தொடரும் முந்தன் நினைவோ நெஞ்சிலே. சிவனும் சக்தியும் சேர்ந்த மாசுடா, எதுக்கு நின்னா எவனும் தூசுடா. பாட்டு ஒண்ணு கட்டு கட்டு தோதா, நீ காலு கைய தட்டு தட்டு ஜோரா. வேலியில்ல காத்த போல ஓடு எங்கும் ஓடு, தார தப்பு தேவையில்ல, போடு ஆட்டம் போடு. சிவனும் சக்தியும் சேர்ந்தா மாசுடா, எதிர்த்து நின்னா எவனும் தூசுடா. திங்குடுதாங்க 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 டா. திங்குடுதாங்க 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 டா. என்ன சக்தி, போலீஸ் எல்லாம் வீட்டுக்குள்ள வருது? தப்பு. அப்புறம் நீ எஃப்ஐஆர் போட்டிருக்கியே, அந்த 4 பேரும் நான் சொல்லித்தான் செஞ்சாங்க. அவங்கள வெளியே விட்டுறேன். முடியாது. சரி போ, அப்புறம் பேசிக்கலாம். எப்போ பேசினாலும் இதுதான். கோபமா? ஆமா, என் மேல கோபம், நம்ம மேல கோபம். பிடிக்காத ட்ரெஸ்ஸை நீ போட்டுட்டு வந்தப்பவே நினைச்சேன் எனக்கு பிடிக்காத எதையோ செய்ய போறேன். என்னாச்சு? இனிமே வேணாம், விட்டுருவோம். தப்பு. இப்ப என்ன திடீர்னு? உன் பக்கம் இருந்து பாக்குறப்ப நீ ரைட்டா தெரிஞ்ச, இந்த பக்கம் இருந்து பாக்குறப்ப எல்லாம் தப்பா இருக்கு. என் அப்பன் தப்பா இருக்கிறது எனக்கு பிடிக்கல. சக்தி, நல்லது பண்றப்பவே தப்பு நடக்கும். தப்பு பண்றப்போ அடுத்தவன் பயத்துல வாழ்ந்துகிட்டு இருக்கோம். நாம சாப்பிடுற அரிசியில நம்ம பேர் இல்லப்பா. இவ்வளவு நாள் அதைத்தானே சாப்பிட்ட. அப்ப தெரியல, இப்ப மனசாட்சி. மண்ணாங்கட்டி, சொல்றத மட்டும் செய். நீ சொன்னு நான் போலீஸ் ஆனர்ல, இப்ப நான் சொல்றேன், நல்லவனே. சக்தி, இந்த சிவ என்ன கேட்கணும் நினைக்கிறானோ அதை தான் நீ பேசணும். நீ பேசுறதல்ல இங்க கேட்காது. ஏன் கேட்காது? கேட்கணும், கேட்டாகணும். சக்தி, யாருகிட்ட? என் அப்பங்கிட்ட. சக்தி,
மோதணும்னு முடிவு பண்ணிட்டியா? மாத்தணும்னு முடிவு பண்ணிட்டேன். எதை மாத்த போற? உன்னை மனுஷனா? அப்ப என்ன மாதிரி ஆகணும்னு சொன்ன? உன்ன மாதிரி ஆக கூடாதுன்னு சொல்ல. சக்தி பார்த்து பேசு. பார்த்தனாலதான் பேசிக்கிட்டு இருக்கேன். சின்ன சின்ன குழந்தைங்க பொட்டலமா முடிச்சு வச்சிருந்தானுங்க. போதும். டேய், இந்த சிவனை பக்கத்துல இருந்து பார்த்திருப்ப. எதிரில நின்னு பார்த்திருக்கியா? பார்க்கறியா? எட்டு வயசுல உனக்கு கோபம் வந்தா கல் எடுப்பேன். இந்த சிவன் கத்தி எடுத்தவன்டா. இனிமே எடுக்க விட மாட்டேன். அன்னைக்கு என் அப்பனை இழந்ததுக்காக இந்த காக்கியை வெறுத்தேன். இன்னைக்கு ஒன்னை இழந்துடக்கூடாதுன்றதுக்காக இந்த காக்கியை போட்டேன். இனிமே எங்க அப்பனை ஒரு தப்பு பண்ண விட மாட்டேனே. முடிஞ்சா தடுத்து பாரு. இந்த சிவன் எல்லாத்துக்கும் மேல. இல்ல, நீ எல்லாத்துக்கும் மேல இல்ல. ஆண்டவன் ஆள்றவன் போலீஸ் நிறைய பேர் இருக்காங்க. டேய், இன்னைக்கு நான் வேட்டையை மடிச்சு கட்டினா என் முன்னாடி எவனும் நிக்க முடியாது. நான் நிற்பேன். எதுக்குறியா? தடுக்கிறேன். தோத்துருவேன். ஜெயிப்பேன். இந்த சிவன் எல்லாமே சக்தி இல்ல. சக்தி இல்லாம எவனும் இல்ல. சூப்பர் பெர்ஃபார்மன்ஸ் மக்களே. அண்ணா அண்ணா ரொம்ப நல்லா இருந்தது அண்ணா. விஜய் அண்ணா ஒரு ஷேக் ஹேண்ட் கொடுக்கலாமா? ஓ ലാലേട്ടാ அண்ணா, ഞാൻ ரொம்ப பயந்து போயிட்டேன் உங்களுடைய அந்த ஃபைட் சீன் பார்த்துட்டு. ரொம்ப நல்ல ടൈമിംഗ്. എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയൂ. അയ്യോ നമിച്ചു. സൂപ്പർ പെർഫോമൻസ്. രക്ഷയില്ല. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് അല്ലേ? ഐ തിങ്ക് ലാലേട്ടൻ വിജയ് ഒരേ ലെവലിൽ നിന്നു. ജില്ലാ സിനിമ കണ്ട മാതിരി ഉണ്ടായിരുന്നു. ശരിക്കും അതിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത അബിയാണ്. അബിയുടെ ശക്തി നീ ആർക്കിട്ട് പേത്രേ അതൊക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് ഡാൻസ് വാസ് ഓൾസോ വെരി നൈസ്. സോ ലിയോണ, ഹൂ ഇസ് യുവർ, എന്താണ് പറയാനുള്ളത് ഈ ഒരു പെർഫോമൻസിനെ കുറിച്ച്? ലാലേട്ടൻ പിന്നെ എല്ലാവർക്കും അറിയാം, ഹീസ് പെർഫെക്റ്റ് ഫോർ ഡൂയിങ് ലാലേട്ടൻസ് റോൾ. Correct. പക്ഷെ വിജയ് ഞെട്ടിച്ചു. പെർഫെക്റ്റ് ടൈമിംഗ് ആയിരുന്നു. ലാസ്റ്റ് ആ വിജയ് ചെയ്യണ മാതിരി ആ കോളർ പിടിച്ചിട്ടുള്ള ആക്ഷനും തല ഷെയ്ക്കും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. കറക്റ്റ് ആയിരുന്നു. പല്ല് കടിച്ച് സംസാരിക്കുന്നത് സത്യം. വിജയ് ദേഷ്യം കാണിക്കുന്ന മാതിരി തന്നെ ഉണ്ടായിരുന്നു. പെർഫോം ചെയ്യുമ്പോ ഭയങ്കര ആള് മാറി. ഇപ്പൊ ഭയങ്കര പാവമായിട്ട്. അതാണ് റിയൽ ആക്ടേഴ്സ്. ക്യാമറയ്ക്ക് മുന്നിലാണ് ആക്ടേഴ്സ്. ക്യാമറ കട്ടായ അപ്പൊ നോർമലായി. ഇനി what do you have to say? എനിക്ക് എന്താ പറയാ, ഞാൻ ഒരു നിമിഷം ശരിക്കും ലാലേട്ടൻ ഇങ്ങനെ വന്നു പോയ പോലൊരു ഫീലായിരുന്നു. ശരിക്കും അല്ലേ? ഭയങ്കരമായിട്ട് ശരിക്കും ഇവിടെ ഉണ്ട് ആളുടെ പ്രസൻസ് എന്ന് തോന്നിപ്പോയി. വിജയ് ഓൾസോ ശക്തി വിളിയതൊന്നും കൂടെ ചെയ്തേ. சக்தி அருணர் பேசிருக்க. സൂപ്പർ അല്ലേ? സമയത്ത് ചെയ്തു. ഓ സൂപ്പർ. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് ഒഡീസിയ ക്ലാസ്മേറ്റ് ഷൂസ് ആൻഡ് ബാക്ക് പാക്സിലെ ഇനി അടുത്തതായി വാർത്തകളാണ്. ഇന്ന് വാർത്തകൾ വായിക്കാൻ പോകുന്നത് അൻവിത. നമസ്കാരം, കുരുത്തക്കേട് വാർത്തകൾ വായിക്കുന്നത് അൻവിത. നല്ലതുപോലെ വാർത്ത വായിച്ചാൽ ഇന്ന് ലുലു മോളിൽ കൊണ്ടുപോകാന്ന് എന്റെ അച്ഛൻ പറഞ്ഞു. പക്ഷേ കൊണ്ടുപോകാൻ കാശില്ലെന്ന് എന്റെ അമ്മ പറഞ്ഞു. ഒന്ന് രണ്ടും പറഞ്ഞ് അച്ഛനും അമ്മയും ഭയങ്കര അടിയായി. ഇന്നത്തെ വാർത്ത അതിൽ തുടങ്ങുന്നു. ദുബായിൽ ഫ്ലവേഴ്സ് FM തുടങ്ങി. ഫ്ലവേഴ്സ് FM 94.7 എന്നാണ് പേര്. FMൽ ആദ്യ ദിവസം പേളിമണി മലയാളത്തിൽ പ്രോഗ്രാം ചെയ്തു. പേളിമണിയുടെ
മലയാളം കേട്ട് പ്രവാസികളായ മലയാളികൾക്ക് അറിയാവുന്ന മലയാളം മറന്നുപോയി. കട്ടുറുമ്പിന്റെ ഒരു എപ്പിസോഡിൽ ശ്രീഹരിയും ശ്രീഹരിയുടെ അമ്മയും പാട്ടുപാടി. ഇത് സഹിക്കവയ്യാതെ ശ്രീഹരിയുടെ അച്ഛൻ വൻ പ്രക്ഷോഭം ഉണ്ടാക്കി. ആ കുടുംബത്തെ ഒരുമിച്ച് പാടിപ്പിക്കണമെന്ന് കട്ടുറുമ്പിന്റെ നിർമ്മാതാവിനോട് പറഞ്ഞു. അവസാനം ശ്രീഹരിയും ആ കുടുംബവും ഒരുമിച്ച് പാടി. നെക്സ്റ്റ് വാർത്ത. കട്ടുറുമ്പിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ കുട്ടികൾക്ക് കഴിക്കാൻ കൊണ്ടുവരുന്ന ഫുഡ് കാണാനില്ല. ഞങ്ങളുടെ ക്യാമറാമാന്റെ രഹസ്യ റിപ്പോർട്ടിലേക്ക്. ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ നോക്കുമ്പോൾ കുട്ടികളുടെ ഷൂട്ടിംഗ് സ്ഥലത്തു നിന്നും ക്രിസ്റ്റോയുടെ അച്ഛനെ കാണാനില്ല. ക്യാമറ പല സ്ഥലങ്ങളായി നോക്കി ചെന്നപ്പോൾ ആരും കാണാതെ ക്രിസ്റ്റോയുടെ അച്ഛന്റെ മുഖത്ത് ഒരു കല്ലലക്ഷണം. ഞങ്ങൾ ഞെട്ടിപ്പോയി. കട്ടുറുമ്പിന്റെ തേജസ്സിനെ കൂട്ടിപ്പിടിച്ച് കുട്ടികൾക്ക് കൊണ്ടുവന്ന അണ്ടാവിലെ ചോറും ചിക്കനും കട്ട് തിന്നുന്ന ക്രിസ്റ്റോയുടെ അച്ഛനെയാണ് ഞങ്ങൾ കണ്ടത്. വലിയ ആക്രാന്തത്തോടുകൂടെയാണ് ബിജു നടുവരിയും തേജസ്സും ചോറും ചിക്കനും തിന്നുന്നത്. ക്രിസ്റ്റോയോട് തന്റെ അച്ഛനെ പറ്റി ചോദിച്ചപ്പോൾ കരഞ്ഞോണ്ട് ക്രിസ്റ്റോ ഇങ്ങനെ പറഞ്ഞു. എന്റെ അച്ഛന് വിട്ടുമാറാത്ത വിശപ്പിന്റെ അസുഖമാണ്. ഈ പുള്ളിയുടെ തീറ്റ കാരണം ഉണ്ടായിരുന്ന 5 സെന്റ് വസ്തുവും വീടും വിറ്റു. ഇപ്പൊ വാടക വീട്ടിലാണ് ഞങ്ങൾ കിടക്കുന്നത്. ഇയാളുടെ മുടിഞ്ഞ തീറ്റ കാരണം ഞാൻ പട്ടിണി. ഞങ്ങൾ ചെയ്യുന്ന പരിപാടിയായ കട്ടുറുമ്പിലൂടെ ശ്രദ്ധേയായ ശ്വേതാ മേനോന് ഹോളിവുഡിൽ നിന്നും വിളി. പ്രശസ്ത സംവിധായകൻ സ്റ്റീവൻ സ്പിൽബർഗ് ആണ് ശ്വേതാ മേനോനെ വിളിച്ചത്. ഇനി മേലാൽ അവസാനം ചോദിച്ച് വിളിച്ചാൽ ഞാൻ വേറെന്തെങ്കിലും പറയുമെന്ന് അദ്ദേഹം ഫോൺ വിളിച്ച് പറഞ്ഞു. ബാഹുബലിയിലെ നടൻ പ്രഭാസിന് 6000 കല്യാണാലോചനകൾ. ഇവിടെ ഒരെണ്ണത്തിനെ തന്നെ പോറ്റുന്ന പാട് എനിക്കറിയാമെന്ന് എന്റെ അച്ഛൻ അനിൽകുമാർ പറഞ്ഞു. ഇത് കേട്ട എന്റെ അമ്മ അശ്വതി വാവിട്ട് കരയുന്നു. ബാഹുബലിയിലെ കാലകൻ പ്രേമം സിനിമയിലെ ഒരു രംഗം അഭിനയിച്ചു. തത്സമയ ടെലികാസ്റ്റിലേക്ക്. നെക്സ്റ്റ് വാർത്ത. അരി 5 കിലോ, പരിപ്പ് 6 കിലോ, ഉള്ളി 7 കിലോ, പഞ്ചസാര ക്ഷമിക്കണം, ഇത് അമ്മ അച്ഛന്റെ കയ്യിൽ കൊടുത്ത പലവ്യഞ്ജന ലിസ്റ്റ് ആണ്. മാറിപ്പോയതാണ്, സോറി. അടുത്ത വാർത്ത. കട്ടുറുമ്പിന്റെ കോർഡിനേറ്റർ അർച്ചനയ്ക്ക് രാജ്യാന്തര ബഹുമതി. ഇങ്ങനെ വാർത്തയിൽ പറഞ്ഞാൽ ഐസ്ക്രീം വാങ്ങിച്ചു തരാന്ന് അർച്ചന ചേച്ചി പറഞ്ഞു. ഇന്നത്തെ വാർത്താ ബുള്ളറ്റ് അച്ഛൻ എടുത്തോണ്ട് പോയത് കാരണം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് co-powered by Sumix Kids Wear Odisha Classmates Shoes and Backpacks ഇനി അടുത്തതായിട്ടൊരു സ്റ്റാൻഡപ്പ് പെർഫോമൻസ് ആണ്. സാധാരണ സ്റ്റാൻഡപ്പ് പെർഫോമൻസിൽ ഒറ്റയ്ക്കാണ് കുഞ്ഞുങ്ങൾ വരാറ്. പക്ഷേ ഈ ഒരു എപ്പിസോഡ് തൊട്ട് നമ്മൾ ഇനി ഒരു പെയറാക്കിയിട്ടാണ് വരാൻ പോകുന്നത്. പക്ഷേ മെയിനായിട്ട് പെർഫോം ചെയ്യാൻ പോകുന്ന ആള് അദ്ദേഹം തന്നെ ആയിരിക്കും. ആരാണെന്ന് എനിക്കറിയില്ല. നമുക്ക് പ്രൊഫൈല് കാണാം. ചിലപ്പോൾ പിങ്കിയാവാൻ ചാൻസ് ഉണ്ട്. കട്ടുറുമ്പിൽ വരുന്നതിന് മുമ്പ് മോള് ഫാഷൻ ഷോസുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഈ കട്ടുറുമ്പിൽ വന്നതിന് ശേഷം അഭിനയിക്കാനാണെങ്കിലും എക്സ്പ്രഷൻസ് ആണെങ്കിലും ഡാൻസിലാണെങ്കിലും എല്ലാ കാര്യത്തിലും വളരെ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. കട്ടുറുമ്പിൽ വന്നതിന് ശേഷം 2-3 ആഡും ഒരു ഫിലിമിനൊക്കെ മോള് ചെയ്യുന്നുണ്ട്, അഹല്യ എന്ന് പറഞ്ഞ. പിന്നെ കുഴപ്പമില്ല, പുറത്തോട്ട് ഒരുപാട് ഇതൊക്കെ ചാൻസൊക്കെ വരുന്നുണ്ട് മോൾക്ക്. കട്ടുറുമ്പിൽ വന്നതിന് ശേഷമാണല്ല. ഭാവിയിൽ ഋതുന ബെനഡിക്റ്റും കലാകായിക രംഗങ്ങളിൽ മികച്ച സംഭാവനകൾ നൽകുന്ന ഒരു മകളായിട്ട് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാണാതെ വിന്നിതളാൽ മറയും
ഹലോ അമ്മേ, ഞാൻ ഹോസ്റ്റലിൽ എത്തി. പിന്നെ ഒരു വിശേഷമുണ്ട്. വരുന്ന വഴിക്ക് എനിക്കൊരു പാവ കിട്ടി. വിളിക്കാം അമ്മേ. ഹായ്, നല്ല പാവ. കണ്ണിലിട്ട് കുത്താതെ പെണ്ണേ. ആരാ? എനിക്ക് തോന്നിയതായിക്കോ. അയ്യോ, കുലുക്കല്ലേ കുലുക്കല്ലേ, വാള് വെക്കും. ഇത് പാവയ്ക്കത്തുന്നാണല്ലോ. ആത്മരാഗമേകാം കന്യാവനിയിൽ സുഖദം കളഗാനം പകരാനണയു ഗന്ധർവ വീണയാകൂ നീ ദേവി. ആരാ? ഞാൻ ഗന്ധർവൻ. ഗന്ധർവനോ? അതെ, പല്ലിയാവാനും പാറ്റയാവാനും വേണമെങ്കിൽ പട്ടിണി എടുക്കാനും കഴിവുള്ളവൻ ഞാൻ ഗന്ധർവൻ. ഇത്രയും കഴിവുള്ള ആളാണോ? എങ്കിലും ഒരാളെ മേശപ്പുറത്ത് കിടത്തി വെട്ടി രണ്ടാക്കി ഒന്നാക്കാൻ പറ്റുമോ? ഞാൻ ഗന്ധർവനാണ്, അല്ലാതെ മജീഷ്യൻ സാമ്രാട്ടല്ല. ഗന്ധർവ, ഇയാളെന്താ കേരളത്തിൽ? സത്യം പറഞ്ഞ ഞാൻ ബംഗാളി പാവന്റെ ഗന്ധർവനാ. അവിടെ ചെന്നപ്പോൾ അറിഞ്ഞ എല്ലാ ബംഗാളികളും കേരളത്തിലാണെന്ന്. അതെ, ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാ. അത് പണ്ട്, ഇപ്പൊ ബംഗാളികളുടെ സ്വന്തം നാടാ. ഗന്ധർവ, ഈ ഗന്ധർവനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. എങ്ങനെ? വെള്ള മുണ്ടും വെള്ള ജുബ്ബയും നീണ്ട താടിയും വെച്ച ഗന്ധർവനെ. അതേതാ ആ ഗന്ധർവൻ? ഗാനഗന്ധർവൻ യേശുദാസ്. ഇതൊരുമാതിരി താറിപ്പാട്ടയില് കിരീടം വെച്ച കണക്കുണ്ട്. എടി, സത്യമായിട്ട് ഞാൻ ഗന്ധർവനാടി. ഇത് കണ്ടോ, വള, നെറ്റിപ്പട്ടം. ഗന്ധർവന് സംഗീതം അറിയാവോ? പിന്നെ സംഗീതം ഞാൻ അരച്ചു കലക്കി കുടിച്ചതാ. ദാ കേട്ടോ. പെണ്ണിന്റെ പുഞ്ചിരി കണ്ട് ലെട്ടുപൊട്ടിയേ, പെണ്ണിന്റെ നെൽക്കുഴി കണ്ട് ലെട്ടുപൊട്ടിയേ, പെണ്ണിന്റെ കൊഞ്ചലി കണ്ട് ലെട്ടുപൊട്ടിയേ, ഒടുവിൽ പെണ്ണിന്റെ കെട്ടിയപ്പോ മട്ടൻ കറിയ. അയ്യോ രാത്രി ഇത്തിരി പുത്തിരി കത്തിച്ചേ, അയ്യോ രാത്രി ഇത്തിരി പുത്തിരി കത്തിച്ചേ. കല്യാണി പാടുവോ? കല്യാണി പാടുവോന്ന് അറിയത്തില്ല, ഞാൻ ശരിക്കും പാടും. അതല്ല, കല്യാണി രാഗം അറിയാവോന്നാ. ഞാൻ ഗന്ധർവ ലോകത്തെ മെയിൻ ഗായകനാ. എനിക്ക് അവിടെ മ്യൂസിക് ബാൻഡ് വരെയുണ്ട്. വെണ്ടുരുത്തിപ്പാലം. വെണ്ടുരുത്തിപ്പാലം? അത് കൊള്ളാം. തൈക്കൂടത്തുള്ളവര് അവരുടെ പാലത്തിന്റെ പേരിടാമെങ്കിൽ വെണ്ടുരുത്തിപ്പാലത്തിന്റെ പേര് എനിക്ക് വിട്ടൂടെ? സ്വർണ്ണമുഖിലേ, സ്വർണ്ണമുഖിലേ. കൊള്ളാലോ. പാട്ടില് മൊത്തം സ്വർണ്ണവും പാടുന്ന മൊത്തം വെള്ളിയും. ബൈ ദ വേ, മോളുടെ പേര് ചോദിക്കാൻ മറന്നു. എന്താ പേര്? മെനു. മെനുവോ? അല്ല, മീനു. എവിടാ? പുന്നപ്പറ. പിന്നെ പറഞ്ഞാ പോരാ, ഇപ്പൊ തന്നെ പറയണം. അയ്യോ, ഞാൻ സ്ഥലത്തിന്റെ പേരാ പറഞ്ഞ. പുന്നപ്പറയെന്ന്. ഗന്ധർവോ? അയ്യോ, അതാരാ? അത് അശരീരിയാ. ആശാരിയോ? ആശാരിയല്ല, ഇന്ദ്രന്റെ ഓഫീസിലെ മെസ്സേജാ. ഗന്ധർവോ, നീ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, ഒന്ന് മിണ്ടായിരിക്കും. ഗന്ധർവോ, ഞാനിന് ഗാഡി കൊടുത്തോ? പുലിയുടെ മീശ പിടിച്ചോ? ജിറാഫിന്റെ നെറ്റിയിൽ കുറി വരച്ചോ? ഞാൻ ഇവിടെ ജോലിക്ക് വന്നതല്ല, പെണ്ണിനെ വളയ്ക്കാൻ വന്നതാ. തിരിച്ചു വരാനാണ് പറഞ്ഞത്. ഗന്ധർവ, ഇങ്ങോട്ട് നീങ്ങിക്ക്. ആശാരി, ഒന്ന് മിണ്ടാതിരിക്ക്. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. പെങ്ങളെ അവൻ കൊള്ളൂല. പോടാ, കുറച്ച് വരസമാണെന്താടാ. അതെ, ഇതുപോലെ ഒരു ഗന്ധർവൻ എന്റെ മുത്തശ്ശിയെ വളയ്ക്കാൻ നോക്കിയതാ. എന്നിട്ട് വളഞ്ഞോ? മുത്തശ്ശിയുടെ നടുവിൽ കമ്പിയിട്ടല്ലേ, എങ്ങനെ വളയാനാ? വളയ്ക്കാൻ നോക്കിയത് എന്റെ മുത്തശ്ശൻ ഗന്ധർവനാ. അങ്ങേരും കമ്പിയിട്ട് കിടക്കുവാ. നടുവിനോ? അല്ല, പല്ലില്. നാട്ടുകാര് തല്ലിയ. ഗന്ധർവ, ഒരു സെൽഫി എടുത്ത് തരാമോ? ഫേസ്ബുക്കിൽ ഇടാനാ. അതെന്തിനാ? ഫേസ്ബുക്കിലല്ല, ഗന്ധർവന്മാര് കാണട്ടെ ശരിക്കുള്ള ഗന്ധർവനെ. ഗന്ധർവ, നീ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇയാൾ എന്തിന്? അന്തരാസ് കുന്തരാസ് തല്ലേ കലിപ്പ തീരണില്ലല്ലോ. ഗന്ധർവ, നീ പിടിക്കപ്പെട്ടിരിക്കുന്നു. തിരിച്ചു വരാനാണ് പറഞ്ഞത്. ചേട്ടാ, ഏതായാലും നനഞ്ഞു. എന്നാ പിന്നെ കുളിച്ചിട്ട് അങ്ങോട്ട് വരാം. ഗന്ധർവേട്ടാ, എന്നെ പറ്റിച്ച് പോവോ? എന്നെ പറ്റിച്ച് പോയാൽ ഞാൻ കൊല്ലും. ഈ സുന്ദരിയെ വിട്ട് ഞാൻ എവിടെയും പോത്തില്ല. ഈ സുന്ദരി ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ ഗന്ധർവൻ അറിഞ്ഞു? പത്തായത്തിൽ അരി ഉണ്ടെങ്കിൽ എലി അങ്ങ് മൂന്നാറിന്ന് വരും. കണ്ടാലും പറയും എന്ത്? എലിയെ പോലെയാണെന്ന്. എന്റെ ഹ്യൂമർ സെൻസി. നിന്റെ സെൻസിബിലിറ്റി ഞാൻ സെൻസിബിലിറ്റി ആക്കും. എന്നാന്ന്? la 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 la
ഹേമന്തമെൻ കൈക്കുമ്പിളി തൂവും നീ പൂങ്കാറ്റ് പോ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ കിളിപാടുന്ന പാട്ടിൻ്റെ കാതിൽ കളിയോതുന്ന നിൻ വാക്കുപോലെ അതിലോലം അനുരാഗം തേന്മാരിയ. ഇനി ഞാൻ ഈ ഗന്ധർവനെ എവിടെയും വിടില്ല. ചോറ് കഴിക്കാൻ വിടില്ലേ? ചോറ് തരാം, പക്ഷേ ചോറ് എന്ന് കഴിക്കാൻ കൊത്താതിരുന്നാ മതി. കൊത്താൻ ഞാൻ എന്നാ മാടത്തത്തെയോ? എന്റെ അച്ഛനെ ഈ വിവരം അറിഞ്ഞ കഴുത്ത് വെട്ടും. ആരെന്റെയോ? അല്ല, കോഴിയുടെ. സന്തോഷം വന്നാ വീട്ടിൽ കോഴിക്കറിയാ. അയ്യോ, ഞാൻ വെജാ. ഞാനും വെജാ. ആണോ? അതെ, നോൺ വെജ്. കോവളവലി, ശ്രീജെ, എന്നാന്ന്? അമ്മണി, നിന്റെ പേരെന്നാ കൊച്ചേ? മിനു. മിനു, എനിക്ക് പോവാൻ സമയമായി. ആഹാ, അത് പറ്റത്തില്ല. ഇത്ര നേരം മിണ്ടിയും പറഞ്ഞിരുന്നിട്ട് പോവുകയാണോ? ഞങ്ങൾക്ക് അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതാണ് ഞങ്ങളുടെ നിയമം. എനിക്കും കുറച്ച് നിയമമൊക്കെ ഉണ്ട്. ആഹാ, അങ്ങനെ പോവാൻ ഞാൻ സമ്മതിക്കത്തില്ല. അയ്യോ, എനിക്ക് പോയേ പറ്റൂ. ആഹാ, എന്നാ പോന്നെന്ന് കാണണോടാ. അയ്യോ, എന്നെ അത് ചെയ്യില്ല, എനിക്ക് പോണം. നീ പോയാ നിന്റെ കഴുത്ത് ഞാൻ അറുക്കും. ഗന്ധർവാ, ഞാൻ അങ്ങോട്ട് വരുവാ. ഇയാൾ വരത്തില്ല. അശരീരി, എന്നെ രക്ഷിക്കാൻ ശരീരി. എടാ ഗന്ധർവാ, നീ അവിടെ എത്തിയപ്പോ തൊട്ട് ഞാൻ പറഞ്ഞില്ലേ നീ പിടിക്കപ്പെട്ടെന്ന്. അശരീരി, നിങ്ങൾ വിളിക്കുന്ന അശരീരി പരിധിക്ക് പുറത്തോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇത് ശരിക്കും ആരുടെ പെർഫോമൻസ് ആണ്? സ്റ്റാൻഡപ്പ് പിങ്കിയുടെ. പിങ്കിയുടെ പെർഫോമൻസിന് നീ എന്തിനാ ഇത്രയും പെർഫോം ചെയ്തത്? കുറച്ച് പെർഫോം ചെയ്താൽ പോരായിരുന്നോ? നീ സഹായിക്കാൻ വന്നാണോ പാരയായിട്ട് വന്നാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. സഹായിക്കാൻ വന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നീ കുറച്ച് ലൈറ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ട് പോയാൽ പോരെ. ഇത്ര ഇങ്ങോട്ട് വാരി വിതറേണ്ട കാര്യം എന്താണ്? ശരിക്കും പറയാം, ഗന്ധർവന്മാരുടെ കഥയിൽ ഒരു കഹാനിയുമേ ഒരു ട്വിസ്റ്റ് ആയിരുന്നു. അതായത് ഗന്ധർവൻ ഇവിടെ ലോക്കായി എന്നുള്ള സീനാണ്. സാധാരണ ഗന്ധർവന്മാർ പ്രണയിച്ചിട്ട് പോകുന്ന ഒരു സീനാണ്. പക്ഷേ ഈ ഗന്ധർവൻ ഇവിടെ പിങ്കിയുടെ അടുത്ത് ലോക്കായി. അതാണ് പിങ്കിയുടെ കഴിവ്. പിങ്കി അടിപൊളി ഉടുപ്പൊക്കെ ഇട്ട് പിങ്കി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തു. ഹൗ വാസ് ഇറ്റ് ലിയോണ? ഹൗ വാസ് ഇറ്റ്? പിങ്കിയുടെ ഒരു ഹൈലൈറ്റ് ഒരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, അതെന്തായിരുന്നു? അത് പൊളിച്ച് സൂപ്പർ ആയിരുന്നു കേട്ടോ. അത് എങ്ങനെയുണ്ടായിരുന്നു? ഇത് നീയാണോ കൊല്ലുന്ന് പറഞ്ഞു? അവള് നിന്നെ ഞാൻ പറഞ്ഞു അവൾക്ക് വേണ്ടി പറഞ്ഞതാ. ഇവരിവിടെ നിർത്തണ്ട. നിന്റെ പരിപാടി കഴിഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ ക്രിസ്റ്റു താങ്ക് യു സോ മച്ച്. ഓക്കെ ബൈ. പിങ്കിയുടെ നല്ല നല്ല ഉടുപ്പുകളൊക്കെ ഉണ്ട്. വലിയ മാലാകന്മാരുടെ ഒക്കെ ഉടുപ്പുണ്ട്. ഇതെന്റെ അമ്മ തയ്ച്ചത്. ഇത് അമ്മ തയ്ച്ചത്. അമ്മയാണോ ഇതെല്ലാം? അമ്മ എവിടെ എന്നിട്ട്? അമ്മ ഇങ്ങോട്ട് വരൂ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. പിങ്കിയുടെ ഒരു ജേർണി ഉണ്ട്. ഇവിടെ വന്ന അന്ന് തൊട്ട് പിങ്കി ഇടയിന്ന് വന്ന ഒരു കുട്ടിയാണ്. വന്ന സമയത്ത് ഷീ വാസ് നോട്ട് ദേ, പിന്നെ ഷീ കേം ഇൻ അല്ലേ? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? പിങ്കിയുടെ ഒരു പുതിയൊരാളായിരുന്നു, ഫ്രഷർ ആയിട്ട് വന്നു. സോ ഹൗ വാസ് പിള്ളേരൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു? എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു ജേർണി? ഇപ്പൊ എല്ലാവരും നല്ല കമ്പനിയാണ്. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ അമ്മാഷൊക്കെ കൊടുത്താൽ മതി, അവള് തന്നെ അവളുടെ എക്സ്പ്രഷൻ ഒക്കെ തന്നെ ഇട്ടങ്ങ് പിങ്കി തന്നെ തനിയെ ഇടും. അപ്പൊ ഡാൻസിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? ഉണ്ട്. പാട്ടിലോ? പാടാറാണ്, തനിയെ പാടാറുണ്ട്. പാടിയിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. സൂപ്പർ ആയിട്ട് ഇന്നൊക്കെ കണ്ടില്ലേ പെർഫോമൻസ്, ടൈമിങ്, ഡബ് ചെയ്തത് സ്വയം ഡബ് ചെയ്തിട്ട് ചെയ്യാണ്. ശരിക്കും പിങ്കിയുടെ ഒരു ജേർണി നമുക്കൊന്ന് ഒരു ചെറിയൊരു വീഡിയോയിലൂടെ കണ്ടു. മൃദുല ബെനഡിക്ട്. നല്ല സ്മാർട്ട് കുട്ടി. ഉള്ളിൽ 1000 മുള്ളു കുത്തി ഇറങ്ങുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ എന്തൊരു ഭാവന. ചട്ടി കാണിക്കലാണ് ഇപ്പോഴത്തെ ഫാഷൻ. കൺഗ്രാറ്റുലേഷൻസ്. So Anjali and Leona, please come to the stage. പിങ്കിയുടെ ഒരു പ്രൊഫൈൽ നമ്മൾ കണ്ടു. She really deserves a nice gift. പിങ്കിയെ പറ്റി ഇനി എന്താണ് നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്താ പറയാനുള്ളത്? പിങ്കിയുടെ ഫാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. യെസ്, പിങ്കി ഹാസ് ലോട്ട് ഓഫ് ഫാൻസ്. ഫാൻസ് മാത്രമല്ല
ഐ ക്യാൻ ഇമാജിൻ ഒരു 15 years കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും. 15 years കഴിയണ്ട, അതാ ഇപ്പോഴേ ഒന്ന് ആ ഗിഫ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഗിഫ്റ്റ് ഇന്ന് നമുക്ക് നൽകുന്നത് ഈസ്റ്റേൺ നൽകുന്ന ഒരു അടിപൊളി ബൈസൈക്കിൾ ആണ് കൊണ്ടുവരുന്നത്. എന്താ പറയുന്നത്, 15 years കഴിയുമ്പോൾ 15 years കഴിയുമ്പോൾ ഐ ക്യാൻ ഇമാജിൻ ഫാൻസ് ഫോളോയിങ് എന്തായിരിക്കും. ഇന്ന് ഒരു ഭയങ്കര ഒരു പിങ്കിയുടെ ഒരു ഫാനാണ് ഇത് കൊണ്ടുവരാൻ പോകുന്നത്. സൈക്കിൾ വരട്ടെ. നിന്നോട് ആരോട് ചോദിച്ചിട്ടാണ് ബോളി കയറിയത്? അത് പിങ്കിയുടെ സ്ഥാനമല്ലേ? ഒരു മിനിറ്റ്, ഇന്ന് പിങ്കിയാണ് ഈ അവാർഡിന് ജേതാവ്. സോ പിങ്കിനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്ന ഒരാളെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആരുമല്ല, പിങ്കിയുടെ ഉറ്റ സുഹൃത്തായ തേജസ് ആണ്. തേജസ്, എന്താണ് പിങ്കിനെ കുറിച്ച്, പിങ്കിനെ ഫസ്റ്റ് കണ്ട അന്നോട്ട് ഇന്ന് വരെ പിങ്കിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? അത് വളരെ ലൈറ്റ് ആയിട്ട് പറഞ്ഞത്. പിങ്കി അവിടെ പോയി നിൽക്കും. അങ്ങനെയൊന്നും പറയാനില്ല, അത്രേ ഉള്ളൂ. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ഒഡീസിയ ക്ലാസ്മേറ്റ് ഷൂസ് ആൻഡ് ബാക്ക് പാക്സിൽ ഇന്ന് ഞാൻ പറഞ്ഞു, ഇന്ന് നമ്മൾക്കൊരു വളരെ സ്പെഷ്യൽ ഡേ ആണ്. ബിക്കോസ് ഇന്ന് 50th എപ്പിസോഡാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നമുക്കിന്നൊരു സ്പെഷ്യൽ പെർഫോമൻസ് വരുന്നുണ്ട്. 2 കുഞ്ഞു കട്ടുറുമ്പുകൾ, അടിപൊളി ഡാൻസേഴ്സ് ആണ് ഞങ്ങളുടെ കട്ടുറുമ്പ് ഫാമിലിയിലെ 2 ഡാൻസേഴ്സ്, ഐശ്വര്യ ആൻഡ് വിസ്മയ. ഇവർ രണ്ടുപേരും ഒരു ഡാൻസ് ചെയ്യാൻ വരാണ്. സോ ലെറ്റ്സ് ഇൻവൈറ്റ് ബോത്ത് ഓഫ് ദം. लटपट कमर दामिनी अधर रागिनी हो, लटपट कमर दामिनी अधर रागिनी मेरे दर आई कैसी सजी धजी, देखो मेरे पिया की सावरी जिया से बावरी, मेरे अंगना में देखो आज खिला है चाँद। गे बाजे धुन छम छम छमाक छम, तो नाच मन छम छम छमाक छम, गे बाजे धुन छम छम छमाक छम, तो नाच मन छम छम छमाक छम। पिंगा गपोरी पिंगा गपोरी पिंगा गपोरी पिंगा, पिंगा गपोरी पिंगा गपोरी पिंगा गपोरी पिंगा। मेरे जिया में उतारी तूने तैनी पिया की कटारी, हाँ तू जाने ये दुनियादारी, मैं तो हूँ बस मोहब्बत की मारी, जो पीर तेरी है सो पीर मेरी, और दोनों की मांग लागे सुनिया दिया दिला। गे बाजे धुन छम छम छमाक छम, तो नाच मन छम छम छमाक छम, गे बाजे धुन छम छम छमाक छम, तो नाच मन छम छम छमाक छम। पिंगा गपोरी पिंगा गपोरी पिंगा गपोरी पिंगा, पिंगा गपोरी पिंगा गपोरी पिंगा गपोरी पिंगा, पिंगा गपोरी पिंगा गपोरी पिंगा गपोरी पिंगा, पिंगा गपोरी पिंगा गपोरी पिंगा गपोरी पिंगा। ഐശ്വര്യ, അങ്ങനെ നമുക്ക് പറയാം. ഓക്കേ, ഐശ്വര്യ വിസ്മയ, ഐശ്വര്യ വിസ്മയ. ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഡാൻസ് ചെയ്തത്? ഇത്രയും നന്നായിട്ട് നിങ്ങൾ എങ്ങനെ ഡാൻസ് ചെയ്തു? പഠിപ്പിച്ചത്. സോ വിഷ്ണുവിന് ഒരു നല്ല കൈഡി കണ്ടില്ലേ? അപ്പൊ ഞാൻ ഒരു കാര്യം വേണ്ടേ, ലിയോണ ആൻഡ് അഞ്ജലി പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഇനി ജഡ്ജസ് വേറെ. ഓക്കെ, ആരാണെന്നറിയോ ജഡ്ജസ്? വിസ്മയും ഐശ്വര്യയും. അവിടെ പോയിരിക്കും, വേഗം പോയിരിക്കും, വേഗം പോയിരിക്കും. കുറച്ച് ജാടയിലൊക്കെ പോയിരിക്കും, അവർ ജഡ്ജസിന്റെ ജാടയൊക്കെ വേണം. ഇനി ഞാൻ ആങ്കർ തന്നെയാണല്ലോ, എനിക്ക് എവിടെ പോയാലും അത് തന്നെയാണല്ലോ പണി. അപ്പം ഇത് ഡാൻസ് മാസ്റ്റർ, ഇത് ഐശ്വര്യ, ഐക്കടു കിട്ടു കിട്ടു കിട്ടു, ഇത് വിസ്മയ. ഷോളൊക്കെ വേണോ ഇതിന്? ഇത് കെട്ടി വെക്കും മോളെ. ഇനിയിപ്പോ എല്ലാരും സീരിയസ് ആയിട്ട് പിങ്കാ
माला बोलवली रात घालवली पोरी पिंगा लटपट लटपट कमर दामिनी अधर रागिनी हो लटपट लटपट कमर दामिनी अधर रागिनी मेरे दर आई कैसी सज धज देखो मेरे पिया की सारी जिया से बारी मेरे अंगना में देखो आज खिला है चाँद गे बाजे धुन झम झम झमक झम तो नाच मन झम झम झमक झम गे बाजे धुन झम झम झमक झम तो नाच मन झम झम झमक झम पिंगा ग पोरी पिंगा ग पोरी पिंगा ग पोरी पिंगा पिंगा ग पोरी पिंगा ग पोरी पिंगा ग पोरी पिंगा നിങ്ങൾ ജഡ്ജസ് പുതിയ ജഡ്ജസ് ആണ്. അവര് ഇന്റർനാഷണൽ പെർഫോമേഴ്സ് ആണ്. നടുക്കിരിക്കുന്ന ആൺകുട്ടി വളരെ നന്നായിട്ട് ചെയ്തു. പക്ഷെ അപ്പുറത്തേക്ക് രണ്ടാൾക്ക് പോയിന്റ് ചെയ്തില്ല. അവര് പിന്നെ ഹിപ്പ് മൂവ്മെന്റ് അല്ല അവർക്ക് ആവശ്യമില്ലേ ഹിപ്പ് രണ്ടുപേരും ചെയ്തില്ല. പക്ഷെ വന്നില്ല. അതൊരു ആൺകുട്ടിയാണ്. ആൺകുട്ടി ചെയ്തു. ഒരു മിനിറ്റ് സോറി. ഇവര് പറയുന്നത് ഒരു ആൺകുട്ടിക്ക് ഹിപ്പ് മൂവ്മെന്റ് വരാമെങ്കിൽ എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് വന്നൂടാ? വിഷ്ണു ചേട്ടന് 100ൽ 98. പക്ഷേ പെൺകുട്ടികൾക്ക് 100ൽ ഇച്ചിരി കുറവാണ്. 20 മാർക്കേ ഉള്ളൂ. 20 ഉള്ളൂ. അവര് 50ാമത്തെ എപ്പിസോഡ് എന്തിനാ വെറുതെ കൊളാക്കിയത്? അത് കേറി കൊളാക്കിണ്ടായിരുന്നോ? അവര് കേറി തന്നെ സ്റ്റേജ് കൊളാക്കി. ക്ലീൻ ചെയ്യാൻ ആള് വരൂ. ക്ലീൻ ചെയ്യാൻ ആള് വരെ കൊളാക്കിയത്. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവരെന്നെ പറയുന്നതാ. വിഷ്ണു ചേട്ടനും ആ ചേച്ചിമാര് പേര് കളിക്കണം. ഇത് ഞാൻ പറയിപ്പിച്ചതല്ല കേട്ടോ. സോറി. ലിയാന ആൻഡ് വിഷ്ണു നിങ്ങളൊരു പേര്. दिल दी गल मैं दस्सां ते दस्सां फिर हर पल मेरी यादां विच तू दिल दी गल मैं दस्सां ते दस्सां तेरी मेरी मेरी तेरी एक जिंदड़ी झूमूं मैं नाचूं मैं गाऊं के लिखूं तेरे लिए मैं क्या करूं धीरे धीरे से मेरी जिंदगी में आना धीरे धीरे से दिल को तुमसे प्यार हमें है कितना जाने जाना Miss Anjali, please come to the stage. Yes, Miss Anjali കുട്ടി വേഗം വരൂ. വേഗം ഒന്ന് ഡാൻസ് ചെയ്യൂ. ഇനി അഞ്ജലി ചേച്ചിക്ക് കൊടുക്കാൻ പോകുന്ന പേരാരാന്ന് വെച്ചാൽ നമ്മുടെ തേജക്കുട്ടൻ. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ? അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ? അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ? അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ. കള്ളു കുടിച്ചാലും പോകില്ല, അത് സ്വാമി വലിച്ചാലും മാറൂല. കള്ളു കുടിച്ചാലും പോകൂല, അത് സ്വാമി വലിച്ചാലും മാറൂല. ചങ്ക് പറിച്ചെടുത്ത് പെണ്ണുങ്ങട കൈ കൊടുത്താലും വെറും ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞിട്ട് നീക്ക് ദൂരെയെറിയില്ല സുന്ദരി പെണ്ണെ. ചെമ്പരത്തി ചെമ്പരത്തി
എന്താണ് പെണ്ണേ അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ അവന്റെ ചെടിക്കെടുത്ത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ നമ്മുടെ ഏറ്റവും വലിയ കട്ടുറുമ്പ് ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് തേജസിന്റെ ഒരു വണ്ടർഫുൾ പെർഫോമൻസ് കൂടി ഞങ്ങൾ ഇവിടെ പെർഫോമൻസുകളെല്ലാം വൈൻഡപ്പ് ചെയ്യാണ്. 50ാമത്തെ എപ്പിസോഡ് നമ്മൾ അടിച്ചു പിടിച്ചില്ലേ? സൂപ്പർ. താങ്ക് യു സോ മച്ച് എവറിബഡി. നാളെ കാണാം. ബൈ ഫ്രം എവറിബഡി.